ഏവർക്കും സ്വാഗതം. പവൻ ഗോൾഡ്, തിരൂർ. താനൂരിൽ വീണ്ടും തെരുവുനായ ആക്രമം. 3.5 വയസ്സുകാരിക്കാണ് കടിയേറ്റത്. കൈക്ക് പരിക്കേറ്റ കുട്ടിയെ തിരൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആഴ്ചകൾക്ക് മുമ്പ് മുക്കോലയിലും പരിയാപുരത്തുമായി 2 കുട്ടികൾ ഉൾപ്പെടെ 3 പേർക്കാണ് തെരുവുനായയുടെ കടിയേറ്റത്. നഗരസഭ ഇക്കാര്യത്തിൽ കാര്യക്ഷമമായി ഇടപെടണമെന്നും തെരുവുനായകളെ പാർപ്പിക്കാൻ ഷെൽട്ടർ സംവിധാനം ഒരുക്കണമെന്നും വാർഡ് കൗൺസിലർ ദിബീഷ് ചിറക്കൽ ആവശ്യപ്പെട്ടു. താനൂർ ചിറക്കൽ പുന്നൂക്ക് പ്രദേശത്താണ് തെരുവുനായയുടെ ആക്രമമുണ്ടായത്. രാവിലെ വീട്ടുമുറ്റത്ത് നിൽക്കുകയായിരുന്ന 3.5 വയസ്സുകാരിക്കാണ് കടിയേറ്റത്. തലാശ്ശേരി മണികണ്ഠൻ ദിവ്യ ദമ്പതികളുടെ മകൾ അനൈകക്കാണ് പരിക്കേറ്റത്. കുട്ടിയുടെ പുറകോടിയാണ് കടിച്ചത്. കൈക്ക് ഗുരുതര പരിക്കേറ്റ കുട്ടിയെ തിരു ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ആ സമയത്ത് നായ വന്നിട്ട് അപ്പോൾ ഇവരിങ്ങനെ ഓടിക്കാൻ നോക്കിയപ്പോൾ 2 കുട്ടികൾ ഓടിപ്പോയി. ഇവളെയാണ് കിട്ടിയത് നായക്ക്. അപ്പോൾ മോള് വീണ്. അപ്പോൾ നായ കടിച്ച് വലിച്ച് കൈക്കാണ് കഴിക്കാണ്. നല്ല മുറിവുണ്ട്. ആഴത്തിലുള്ള മുറിവ്, ബ്ലഡ് നിന്നിട്ടില്ല. ആ പ്രദേശത്ത് നായകളെ ശല്യം നായ്ക്കളുള്ള ഏരിയ തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഒരു ഇത് ആദ്യമായിട്ടാണ്. ആഴ്ചകൾക്ക് മുമ്പാണ് താനൂർ മുക്കോല പരിയാപുര ഭാഗങ്ങളായി കുട്ടികളടക്കം 3 പേർക്ക് കടിയേറ്റത്. നഗരസഭയുടെ പല ഭാഗങ്ങളിലും തെരുവുനായ ശല്യം രൂക്ഷമാണെന്നും ഇക്കാര്യം വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യാൻ നഗരസഭ തയ്യാറാകുന്നില്ലെന്നും വാർഡ് കൗൺസിലർ ദിബീഷ് ചിറക്കൽ പറഞ്ഞു. താനൂർ നഗരസഭയിലെ 42-ാം ഡിവിഷനിലെ ഒരു ചെറിയ കുട്ടിക്കാണ് ഇപ്പം തെരുവുനായയുടെ കടിയേറ്റിട്ടുള്ളത്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ മുക്കോലയിലും അതുപോലെ തന്നെ 2-ാം ഡിവിഷനിലും ഒരു 3 പേർക്ക് ഇതേപോലെ തെരുവുനായയുടെ കടിയേറ്റിട്ടുണ്ടായിരുന്നു. അവിടെ തെരുവുനായയുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വേണ്ട രീതിയിൽ നഗരസഭ കൈകാര്യം ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഇത്തരത്തിൽ സ്ഥിരമായിട്ട് തെരുവുനായയുടെ കടിയേൽക്കുന്ന ഒരു സാഹചര്യം നഗരസഭയിൽ ഉണ്ടാകുന്നത്. നഗരസഭയിലെ തെരുവുനായകളെ പാർപ്പിക്കാൻ ഷെൽട്ടറോ അതുപോലെ തന്നെ ഇനി ഒരു തെരുവുനായ ആരെങ്കിലും കടിച്ചാൽ അതിനൊന്ന് ഒബ്സർവേഷനിലിടാനുള്ള സംവിധാനം പോലും താനൂർ നഗരസഭയിൽ ഇതേവരെയില്ല. അത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. ഇത് ഭരണകൂടം വേണ്ട രീതിയിൽ ശ്രദ്ധിക്കണം എന്നാണ് ഈ ഒരു അവസരത്തിൽ നമുക്ക് ആവശ്യപ്പെടാനുള്ളത്. തെരുവുനായകളെ പാർപ്പിക്കാൻ ഷെൽട്ടർ സംവിധാനവും കടിയേറ്റാൽ പ്രഥമ ശുശ്രൂഷ നൽകാനുള്ള സംവിധാനവും ഒരുക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു.